ഹലോ ഫ്രണ്ട്സ്, സ്പോക്കൺ ഹിന്ദി വീഡിയോയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എനിക്കിപ്പോൾ പോകണം. അബ് മുജെ ജാനാ ഹോഗ. അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, മുജെ എനിക്ക്, ജാനാ ഹോഗ പോകേണ്ടി വരും അല്ലെങ്കിൽ പോകണം. അബ് മുജെ ജാനാ ഹെ, എനിക്കിപ്പോൾ പോകണം. ഞാനത് വിശ്വസിക്കുന്നില്ല. മേ ഇസ് പർ വിശ്വാസ് നഹീ കർത്താ. മേ ഞാൻ, ഇസ് പർ ഇതിൽ, വിശ്വാസ് നഹീ കർത്ത എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. വിശ്വാസ് നഹീ കർത്ത വിശ്വസിക്കുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. മേ ഇസ് പർ വിശ്വാസ് നഹീ കർത്ത. മാന്യമായി സംസാരിക്കുക. വിനമ്രതാസേ ബോലെ. വിനമ്രത എന്ന് പറഞ്ഞാൽ മാന്യത കാണിക്കുന്നതിനാണ് കേട്ടോ. വിനമ്രനായി. വിനമ്രതാസേ ബോലെ. ബോൽന എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. വിനമ്രതാസേ ബോലെ, മാന്യമായി സംസാരിക്കൂ അല്ലെങ്കിൽ മാന്യമായി സംസാരിക്കുക. വിനമ്രതാസേ ബോലെ. എത്രയും വേഗം വരൂ. ജിത്തനി ജൽദി ഹോ സഖേ ആ ജാവോ. ജിത്തനി എന്ന് പറഞ്ഞാൽ എത്ര, എത്രയും. ജൽദി എന്ന് പറഞ്ഞാൽ വേഗം അല്ലെങ്കിൽ പെട്ടെന്ന്. ഹോ സഖേ കഴിയുന്നത്ര, കഴിയുന്നത്ര വേഗത്തിൽ. ആവോ വരൂ. എത്രയും വേഗം വരും എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ വരൂ. ജിത്തനെ ജൽദി ഹോ സക്കെ ആവോ. എന്നെ കളിയാക്കരുത്. മേര മസാഖ് മത്തുടാവോ. മേര എന്നെ, മസാഖ്, മസാഖ് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നതിനാണ് പറയൂട്ടോ. മസാഖ് ഉഡാന എന്ന് പറഞ്ഞാൽ കളിയാക്കുക. മസാഖ് മത്തുടാന, മത്ത് നെഗറ്റീവ് മീനിങ് ആണ് വരും കേട്ടോ. മസാഖ് മത്തുടാന എന്ന് പറഞ്ഞാൽ കളിയാക്കരുത്. മസാഖ് എന്ന് പറയുന്നത് ജായുടെ താഴെ കുത്തിട്ടാൽ സ എന്നായി വരും അതിന്റെ പ്രൊനൗൺസിയേഷൻ. മേര മസാഖ് മത്തുടാവോ. പോകാനുള്ള സമയമായി. ജാനേക്ക സമയ ഹോ ഗയ. ജാനേക്ക പോകാനുള്ള, സമയ ഹോ ഗയ സമയമായി. സമയ ഹോ ഗയ സമയമായി. ജാനേക്ക പോകാനുള്ള. ഇപ്പൊ ജാനേക്ക സമയ ഹോ ഗയ പോകാനുള്ള സമയമായി. ഇത് നിങ്ങളുടേതാണോ. യേ ആപ്കാ ഹേ ക്യാ. ഇത് നിങ്ങളുടേതാണോ. യേ ആപ്കാ ഹേ ക്യാ. യേ തുമാരാ ഹേ ക്യാ. അങ്ങനെയും ചോദിക്കട്ടോ. പക്ഷെ ആപ്പ് ഉപയോഗിക്കുന്നതാണ് ഹിന്ദി ലാംഗ്വേജിൽ നല്ലത്. യേ ആപ്കാ ഹേ ക്യാ. ഇത് നിങ്ങളുടേതാണോ. നീ നാളെ വരുമോ. നീ. ക്യാ തും കൽ ആവോഗെ. തും എന്ന് പറഞ്ഞാൽ നീയായി. കൽ നാളെ. ആവോഗെ വരുമോ. അപ്പൊ ക്യാ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിട്ട് കേട്ടോ. ക്യാ തും കൽ ആവോഗെ. അവർ ആരാണ്. കോനെ വേ. കോൻ ഹേ ആരാണവർ. ഓക്കെ. കോൻ ഹേ ആരാണ് അവർ. വേ എന്ന് പറഞ്ഞാൽ അവർ. അല്ലെങ്കിൽ നേരെ തിരിച്ചു വേ കോൻ ഹേ. വേ എടുത്ത് മുന്നിലൂടെ കേട്ടോ. അവർ ആരാണ് അല്ലെങ്കിൽ ആരാണവർ. നിനക്കെന്ത് വേണം. തുമേ ക്യാ ചെയ്യേ. നിനക്ക് എന്നുള്ളതിന് തുമേ, എന്ത് എന്നുള്ളതിന് ക്യാ, വേണം എന്നുള്ളതിന് ചാഹിയെ. തുമേ ക്യാ ചെയ്യേ, നിനക്കെന്ത് വേണം. എല്ലാ ഈ സെന്റൻസുകളൊക്കെ നമുക്ക് എന്നും കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതുകൊണ്ടാണ് സെലക്ട് ആയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിടുന്നത് കേട്ടോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുച്ച് ഭീ കഹനേസെ കോയി ഫറക് നഹീ പഡ്താ. കുച്ച് ഭീ കഹനേസെ, ഒന്ന് പറഞ്ഞിട്ടും, കോയി ഫറക് നഹീ പഡ്താ, ഒരു കാര്യമില്ല. അത് പാരന്റ്സ് കുട്ടികളൊക്കെ വഴക്ക് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അല്ലേ. കുച്ച് ഭീ കഹനേസെ കോയി ഫറക് നഹീ പഡ്താ. ഫറക് പഡ്നാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുക. അവൻ എന്തെങ്കിലും പറഞ്ഞോ. ക്യാ ഉസ്നെ കുച്ച് കഹാ. ക്യാ എന്ന് പറഞ്ഞാൽ എന്തുള്ളതാണ്. എന്തെങ്കിലും. ക്യാ ഉസ്നെ കുച്ച് കഹാ. കുച്ച് കഹാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞോ. ഓക്കെ. എന്തെങ്കിലും അവൻ പറഞ്ഞോ. ക്യാ ഉസ്നെ കുച്ച് കഹാ. അവൻ എന്തെങ്കിലും പറഞ്ഞോ. ഇന്ന് മഴ പെയ്തേക്കും. ആജ് ബാരിഷ് ഹോ സക്തി ഹെ. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയാണ് കേട്ടോ. മഴയ്ക്ക് വേറെ ഒരു വേർഡുണ്ട്, ബർസാത്ത്. പക്ഷെ സംസാര ഭാഷയിൽ ബാരിഷ് ആണ് അധികം ഉപയോഗിക്കുന്നത്. ആജ് ബാരിഷ് ഹോ സക്തി ഹെ. ഇന്ന് ബർസാത്ത് ഹോ സക്തി എന്ന് അങ്ങനെ പറയാറില്ല. പക്ഷെ ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ തന്നെയാണ്. ആജ് ബാരിഷ് ഹോ സക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് മഴ പെയ്തേക്കും. കുറച്ചു നേരം കാത്തിരിക്കൂ. തോടി ദേർ റുക്കോ. തോടി ദേർ റുക്കോ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം നിൽക്ക്. ഇന്ദസാർ കരോ എന്നും പറയാം കേട്ടോ. തോടി ദേർ ഇന്ദസാർ കരോ, അങ്ങനെയും പറയാം. ഇന്ദസാർ കർണ രുക്ന എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ റുക്കോ എന്ന് പറയുന്നത്. ഇന്ദസാർ കർണ കുറച്ചും കൂടി ലോങ് പീരീഡിലേക്ക്. അടുത്ത് വരരുത്. കരീബ് മത്താവോ.
കരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്. കരീബ് അടുത്ത്. മത്താവോ വരരുത്. ആവോ എന്ന് പറഞ്ഞാലോ വരൂ. അപ്പൊ അടുത്ത് വരണം എന്ന് പറയുകയാണെങ്കിൽ കരീബാജോ. ഓക്കെ, കരീബാജോ. കരീബ് മത്താവോ എന്ന് പറഞ്ഞാൽ അടുത്ത് വരരുത്. വലതുവശത്ത് കൂടെ നടക്കുക. ഇത് റോഡിലൊക്കെ നടക്കുന്ന നമ്മൾ പറയില്ലേ, ദൈനി ഓർ ചലോ. ദഹിനി ഓർ ചലോ എന്ന് പറഞ്ഞാൽ വലതുവശത്ത് കൂടെ നടക്കുക. ദൈന എന്ന് പറഞ്ഞാൽ വലതാണ് കേട്ടോ. വലതുവശത്ത് എന്ന് പറയുമ്പോഴാണ് ദൈനി. ദൈനി ഓർ ചലോ. ദൈനി ഓർ ചലോ എന്ന് പറഞ്ഞാൽ വലതുവശത്ത് കൂടെ നടക്കുക. ട്രാഫിക് നിയമം പാലിക്കുക. യാതായാത് നിയമവും കാ പാലൻ കരെ. യാതായാത്ത് എന്ന് പറഞ്ഞാൽ ഗതാഗതം. ഓക്കെ, യാതായാത്ത്. പക്ഷെ ഇത് ആ യാതായാത്ത് ഓർമ്മിക്കാൻ പറ്റില്ലെങ്കിൽ ട്രാഫിക് നിയമമൊക്കെ പാലൻ കരെ. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. നമ്മളെ മലയാളത്തിൽ അങ്ങനെയല്ല പറയാ. ഗതാഗത നിയമം എന്നൊന്നും പറയൂല, ട്രാഫിക് നിയമം എന്നാ പറയുള്ളൂ അല്ലെ. ട്രാഫിക് നിയമം പാലിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം ട്രാഫിക് നിയമമൊക്കെ പാലൻ കരെ. തർക്കുത്തരം പറയരുത്. ഉൾട്ട ജവാബ് മത് ദേ. ഉൾട്ട എന്ന് പറഞ്ഞാൽ വിപരീതമായിട്ട് പറയുന്ന കേട്ടോ. എന്തെങ്കിലും ആരെയും പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാവരും മലയാളത്തിൽ നമ്മൾ തർക്കുത്തരം എന്ന് പറയുന്നത്. അതുപോലെ ഹിന്ദിയിൽ വിപരീതത്തിന് പറയുന്ന വേർഡാണ് ഉൾട്ട. അപ്പൊ ഉൾട്ട ജവാബ് എന്ന് പറഞ്ഞാൽ എന്താ? വിപരീതമായിട്ടുള്ള ഉത്തരം പറയാതിരിക്കുക. ഉൾട്ട ജവാബ് മത് ദേ. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. മത് എന്ന് പറഞ്ഞാൽ കൊടുക്കരുത് അല്ലെ പറയരുത്. ഓക്കെ. മണ്ണെണ്ണ ഉണ്ടോ? മിട്ടി കാ തേൽ ഹേ ക്യാ. മണ്ണെണ്ണയ്ക്ക് പറയുന്നതാണ് മിട്ടി കാ തേൽ. ഈ ഇംഗ്ലീഷിൽ കെരസിൻ എന്ന് പറയില്ലേ, അതുപോലെ ഇവിടെയും കെരസിൻ അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കെരസിൻ ഹേ ക്യാ അല്ലെങ്കിൽ മിട്ടി കാ തേൽ ഹേ ക്യാ. അങ്ങനെ രണ്ടു വിധത്തിലും ചോദിക്കാം. പ്രോപ്പർ ഹിന്ദി മിട്ടി കാ തേൽ ഹേ ക്യാ. മണ്ണെണ്ണ ഉണ്ടോ? എലിയെ തുരത്തുക. ചൂഹേക്കോ ബഗാവോ. എലിക്ക് പറയുന്നതാണ് ചൂഹ. എലി എല്ലാവർക്കും അറിയാന്നല്ലേ. ചൂഹേക്കോ ബഗാവോ. ബഗാന എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് തുരത്തുക, പറഞ്ഞു വിടുക അല്ലെ. ചൂഹേക്കോ ബഗാവോ, അതിനെ ഓടിക്കൂ. എലിയെ ഓടിക്കൂ എന്നുള്ളതിന് ചൂഹേക്കോ ബഗാവോ എന്ന് പറയാം. പല്ലിയുടെ ശല്യം കൂടി വരുന്നു. ചിപ്കലി കാ ഉപദ്രവ് ബഡ്താ ജാ രഹാ ഹെ. ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലി. പല്ലിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉപദ്രവം എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഉപദ്രവം. അതിന് ഉപദ്രവം എന്ന് പറഞ്ഞാൽ ശല്യം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ബഡ്താ ജാ രഹ കൂടി വരുന്നു. ബഡ്ന എന്ന് പറഞ്ഞാൽ കൂടുക. ബഡ്താ ജാ രഹ കൂടി വരുന്നു. ചിപ്കലി കാ ഉപദ്രവ് ബഡ്താ ജാ രഹാ ഹെ. അത് വിഷമുള്ള പാമ്പാണ്. ഏക്ക് സെഹ്രീല സാമ്പ് ഹെ. ഏന്നും വകുന്ന വേണേ ഉപയോഗിക്കട്ടോ. ഇത് എന്ന് പറയുമ്പോ ശരിക്കും യഹും അതെന്ന് പറയുമ്പോൾ പോകുന്ന വോ ഏക്ക് സഹരീല സാമ്പെ. വോ ഏക്ക് സഹരീല സാമ്പെ. അത് വിഷമുള്ള പാമ്പാണ്. അത് വിഷമുള്ള പാമ്പാണ്. സഹരീല എന്ന് പറഞ്ഞാൽ വിഷമുള്ള, സാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പ്. അവനെ സംശയിക്കരുത്. ഉസ്പർ സന്ദേഹ് മത് കരോ. ഉസ്പർ അവനെ. സന്ദേഹ് കർണ എന്ന് പറഞ്ഞാല് സംശയിക്കുന്നതിനാണ് പറയാ. സന്ദേഹ് സംശയം. മത് കരോ സംശയിക്കരുത്. സന്ദേഹ് കരോ എന്ന് പറഞ്ഞാൽ അവനെ സംശയിക്കൂ അല്ലെ, അവനെ സംശയിക്കണം. അപ്പൊ സംശയിക്കരുത് എന്ന് പറയുമ്പോ സന്ദേഹം മത് കരോ. എന്തെങ്കിലും അരുത് എന്ന് പറയുമ്പോ മത്ത് എന്തായാലും അങ്ങ് ചേർത്തേക്ക് കേട്ടോ. അവൻ ഉത്തരവാദിത്വ ബോധമുള്ളവനാണ്. വോ സിമേദാർ ഹെ. വോ സിമേദാർ ഹെ. ഉത്തരവാദിത്വ ബോധത്തിനാണ് പറയുന്ന പേരാണ് സിമേദാർ അല്ലെങ്കിൽ സിമേദാരി. ഉത്തരവാദിത്വ ബോധം. ഉത്തരവാദിത്വ ബോധമുള്ളവനാണ് സിമേദാർ ഹെ. വോ സിമേദാർ ഹെ എന്ന് പറഞ്ഞാൽ അവൻ ഉത്തരവാദിത്വ ബോധം ഉള്ളവനാണ്. അവൾ പഠിക്കാൻ മിടുക്കിയാണ്. വോ പഠായി മേ അച്ചി ഹെ. വോ പഠായി മേ അച്ചി ഹെ. അച്ചി എന്ന് പറഞ്ഞാല് മിടുക്കി അല്ലെ നല്ലത്, പഠിക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞാല് നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്ന്. ഓക്കെ. പഠിക്കാൻ മിടുക്കി എന്ന് പറഞ്ഞാൽ എന്താ? നന്നായിട്ട് പഠിക്കും അല്ലെ, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന. വോ പഠായി മേ അച്ചി ഹെ. മിടുക്കിക്ക് അച്ചി എന്ന് പറയാം. ഓക്കെ. നല്ലതെന്ന് പറയാനും അച്ചി തന്നെയാണ് ഉപയോഗിക്കുക. അദ്ദേഹത്തിന് ഇന്നലെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു. കൽ ഉൻകെ സീനെ മേ ദർദ് ഹുവാ താ. കൽ ഇന്നലെ. ഉൻകെ അദ്ദേഹത്തിന്റെ. ഉൻകെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനാണ് കേട്ടോ. ഉസ്കെ എന്ന് പറഞ്ഞാലോ അവന്റെ. സീന എന്ന് പറഞ്ഞാല് ചെസ്റ്റ്. മേ ദർദ് എന്ന് പറഞ്ഞാൽ വേദന. ഹുവാത്ത ഉണ്ടായിരുന്നു. കൽ ഉൻകെ സീനെ മേ ദർദ് ഹുവാത്ത. ഇന്നലെ അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായിരുന്നു. കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. പയർമേ ജഖം ഹെ. പയർമേ എന്ന് പറഞ്ഞാൽ കാലിൽ. ജഖം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുറിവേറ്റുണ്ടാവുന്ന വ്രണങ്ങൾക്കാണ് നമ്മൾ ജഖം എന്ന് പറയാ. അതിനെ തന്നെ ജഖം ഉപയോഗിക്കാതെ നമുക്ക് ചോട്ട് ലഗാഹെ. മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ചോട്ട് ലഗാഹെ എന്ന് പറയാം. ഓക്കെ. പയർമേ ചോട്ട് ലഗാഹെ. ചോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മുറിവാണ്. ജഖം എന്ന് പറഞ്ഞാൽ എന്ത് തരം വ്രണമാവാം കേട്ടോ. നീ വാക്സിൻ എടുത്തോ? ക്യാ തുമ്നെ ടീക്ക ലിയ. ടീക്ക എന്ന് പറഞ്ഞാൽ വാക്സിൻ. ഓക്കെ. വാക്സിന്റെ ഒക്കെ ഡോസ് നമ്മൾ എടുക്കില്ല, അപ്പൊ ആണ് ടീക്ക.
അപ്പനാ ടീക്ക ലേലോ എന്ന് പറഞ്ഞാൽ നിന്റെ ഇഞ്ചക്ഷൻ എടുത്തോളൂ. ഈ ടീക്ക എന്ന് പറയുന്നത് വാക്സിന് മാത്രമല്ല, വേറെ എന്ത് തരം ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ടീക്ക ലഗായ എന്ന് പറയാം. ഓക്കെ, ക്യാ തുമ്നെ ടീക്ക ലിയാ എന്ന് പറഞ്ഞാൽ നീ വാക്സിൻ എടുത്തോ. നിനക്ക് പനിയുണ്ടോ? ക്യാ തുമേ ബുഖാർ ഹേ? ബുഖാർ എന്ന് പറഞ്ഞാൽ പനി. ക്യാ തുമേ ബുഖാർ ഹേ? നിനക്ക് പനിയുണ്ടോ? അപ്പൊ ഈ ക്യാ വെച്ചിട്ടുള്ള മോർ ദാൻ തൗസൻഡ്സ് ഓഫ് വേർഡ്സ് ഞാൻ തന്നെ വേർഡ്സും സെന്റൻസും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിങ്ങൾ ഇനി മിസ്റ്റേക്ക് വരുത്തരുത്. തലവേദന മാറിയോ? ക്യാ സിർദർദ് കമ്മുവ? ക്യാ സിർദർദ് കമ്മുവ? എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഒരു ക്യാ അങ്ങ് ഉപയോഗിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾക്ക് അങ്ങ് ഓട്ടോമാറ്റിക്കലി വരും. ക്യാ സിർദർദ് കമ്മുവ? സിർദർദ് എന്ന് പറഞ്ഞാൽ തലവേദന. അത് ശരിയാണെന്ന് തോന്നുന്നു. വോ സഹി ലഗ്താ ഹേ? വോ സഹി ലഗ്താ ഹേ. അവൻ ശരിയാണെന്ന് തോന്നുന്നു എന്ന് പറയണമെങ്കിലും ഇത് തന്നെ മതി കേട്ടോ. വോ സഹി ലഗ്താ ഹേ. വഹു എന്ന് പറയുമ്പോ അവൻ, അവൾ, അത്, ഇത് മൂന്നിനും ബഹു ഉപയോഗിച്ചാൽ മതി. അപ്പൊ അത് ശരിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവൻ ശരിയാണെന്ന് തോന്നുന്നു, ഈ രണ്ടിനും നമുക്ക് വോ സഹി ലഗ്താ ഹേ എന്ന് പറയാം. കുതിരപ്പുറത്ത് കയറണം. ഘോഡേപ്പർ സവാർ കർണ. ഘോഡ എന്ന് പറഞ്ഞാൽ കുതിര. ഘോഡേപ്പർ കുതിരപ്പുറത്ത്. സവാർ കർണ സവാരി ചെയ്യണം. കുതിരപ്പുറത്ത് കയറുന്ന എന്തിനാ? സവാരി ചെയ്യാനല്ലേ. അപ്പൊ സവാർ കർണ എന്ന് പറഞ്ഞാൽ സവാരി ചെയ്യണം എന്ന് പറഞ്ഞാൽ യാത്ര കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യണം. ഘോഡേപ്പർ സവാർ കർണ ഹെ. ചായക്ക് മധുരം കുറവാണ്. ചായ കം മീട്ടി ഹെ. ചായക്ക് ചായ എന്ന് തന്നെ പറയാ. ചായക്ക് ചായ്. ഹിന്ദിയിൽ യാ എന്ന് പറയില്ല, ഈ എന്ന് പറയുള്ളൂ. കം മീട്ടി ഹെ, കുറഞ്ഞ മധുരമേ ഉള്ളൂ. കം മീട്ടി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മധുരം എന്ന് വെച്ചാൽ മധുരം കുറവാണ്. എനിക്ക് ചായയേക്കാൾ ഏറെ കോഫിയാണ് ഇഷ്ടം. മുझे चाय से ज्यादा കോഫി പസന്ത്. എനിക്ക് ചായ സെ ജ്യാദ, ചായയേക്കാൾ കൂടുതൽ, കോഫി പസന്ത്, കോഫിയാണ് ഇഷ്ടം. മുझे चाय से ज्यादा കോഫി പസന്ത്. എനിക്ക് ചായയേക്കാൾ അധികം കോഫിയാണ് ഇഷ്ടം. ഭർത്താവിന്റെ വീട്ടിൽ സുഖമാണോ? സസുരാൽ പർ കൈസേ ഹേ? ഭർത്താവിന്റെ വീടിന് പറയുന്നതാണ് സസുരാൽ. ഹിന്ദിയില് ഭർത്താവിന്റെ വീടിന് സസുരാൽ എന്ന് പറയും കേട്ടോ. സസുരാൽ പർ കൈസേ ഹേ? സസുരാൽ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാല് സുഖമാണോ. സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ എങ്ങനെയുണ്ട് നോക്കില്ല, അവിടെ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ എന്താ, അവിടെ സുഖമാണോ അല്ലെ. സസുരാൽ പർ കൈസേ ഹേ. അമ്മായി അച്ഛന്റെ പേരെന്താ? അമ്മായി അച്ഛന് ഇവിടെ പറയാ സസൂർ എന്നാണ് കേട്ടോ. നമ്മളിവിടെ മലയാളത്തിൽ അച്ഛനമ്മ എന്ന് തന്നെയല്ലേ പറയാ. വേണമെങ്കിൽ കുറച്ച് കൂട്ടി പറയുമ്പോൾ നമ്മൾ അമ്മായി അച്ഛൻ അമ്മായി അമ്മ എന്ന് പറയും. പൊതുവെ അച്ഛനമ്മ എന്ന് തന്നെ വിളിക്കും. പക്ഷെ നോർത്തില് അമ്മായി അച്ഛന് സസൂർ എന്ന് പറയാം. അമ്മായി അമ്മയ്ക്ക് സാസ് എന്ന് പറയും കേട്ടോ. സസൂർ കാ നാം ക്യാ ഹേ? സസൂർ എന്ന് പറഞ്ഞാൽ അമ്മായി അച്ഛന്റെ പേര് എന്താണ്. ബാത്റൂമിൽ വഴുതി വീഴരുത്. ബാത്റൂമേ ന ഫിസലേ. ബാത്റൂം എന്നാണ് പറയാം. ന ഫിസലേ. ഫിസൽന എന്ന് പറഞ്ഞാൽ വഴുതി വീഴുന്നതിനാണ് ഫിസൽന എന്ന് പറയാം. ന ഫിസലേ, വഴുതി വീഴരുത്. ഓക്കെ, ഫിസലേ എന്ന് പറഞ്ഞാൽ വഴുതുക. ന ഫിസലേ, വഴുതരുത്, അല്ലെങ്കിൽ വഴുതി വീഴരുത്. ബാത്റൂമേ ന ഫിസലേ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ വഴുതി വീഴരുത്. നിങ്ങളുടെ ചെറിയ മോന് വയസ്സെത്രയായി? ആപ്കെ ചോട്ടെ ബച്ചേക്ക് ഉമ്ര ക്യാ ഹേ? ഉമ്ര എന്ന് പറഞ്ഞാൽ വയസ്സ്. ഓക്കെ, ഉമ്ര ക്യാ ഹേ എന്ന് പറഞ്ഞാൽ വയസ്സെത്രയായി. ഉമ്ര കിത്തനാ ഹേ എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഉമ്ര കിത്തനാ ഹേ. പക്ഷെ വയസ്സെത്രയായി എന്ന് സാധാരണ ചോദിക്കുന്നത് ഉമ്ര ക്യാ ഹേ എന്നാ ചോദിക്കുന്നത്. അവൻ നിന്നെ പോലെയുണ്ട്. വോ തുമാരേ ജൈസേ ഹേ. വോ തുമാരേ ജൈസേ ഹേ. നിന്നെ പോലെയുണ്ട്. അവൻ നിന്നെ പോലെയുണ്ട്. വോ തുമാരേ ജൈസേ ഹേ. അവൾ നിന്നെ പോലെയുണ്ട്. അതിനും ഇത് തന്നെ ഉപയോഗിക്കുക. വോ തുമാരേ ജൈസേ ഹേ. അവനായാലും അവളായാലും ഒക്കെ ബഹു തന്നെയാണ്. തുമാരേ ജൈസേ. Thanks for watching. Please like, share and subscribe.